ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏത്തപ്പഴം വെച്ചിട്ടും ഏത്തപ്പഴത്തിൻ്റെ കുറേ ബെനിഫിറ്റ്സും പിന്നെ ഏത്തപ്പഴം എത്ര വർഷം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയ കിഡ്ല ഐഡിയാസൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അനി ആൻഡ് ഫാമിലി വ്ളോഗ്സിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴത്തിന് ഒത്തിരി ഗുണമുള്ള സാധനമാണ് കേട്ടോ. ഏത്തപ്പഴം കഴിക്കാത്തവരൊക്കെ ദയവ് ചെയ്ത് ഇന്ന് മുതലെങ്കിലും കഴിച്ചു തുടങ്ങണം. ഏത്തപ്പഴത്തിലെ പൊട്ടാഷ്യം, ഫൈബർ, മാഗ്നീഷ്യം ഇതൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നൊരു സാധനമാണ് നമ്മുടെ ഏത്തപ്പഴം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ഈ ഫൈബറൊക്കെ കൂടുതലായിട്ട് അടങ്ങിയുകൊണ്ട് ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നൊരു സംഭവമാണ്. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഗ്യാസ് പ്രോബ്ലംസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ തീർച്ചയായിട്ടും രാവിലെ വെറും വയറ്റിൽ ഒരു ഏത്തപ്പഴം കഴിച്ചാൽ മതി. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പം ഞാൻ ആദ്യം സ്റ്റോർ ചെയ്യുന്നൊരു രീതി കാണിച്ചു തരാവേ. ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ബക്കറ്റോ ടിന്നോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നമ്മുടെ ഏത്തപ്പഴം എടുത്തിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വിലക്കുറവുള്ള സമയങ്ങളിലോ നാടൻ ഏത്തപ്പഴങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് നമുക്ക് ഉടച്ച് സ്റ്റോർ ചെയ്യാം, ഇല്ലെങ്കിൽ അരിഞ്ഞ് സ്റ്റോർ ചെയ്യാം. അങ്ങനെ പല വിധത്തിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബക്കറ്റിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കും. ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വെച്ചാലും മതി കേട്ടോ. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇതുപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയായിട്ട് ഇരുന്നോളും. അപ്പോൾ വിലക്കുറവുള്ള സമയങ്ങളിലോ നമുക്ക് നാടൻ കിട്ടുന്ന സമയങ്ങളിലോ ഞാൻ ഇങ്ങനെ ചെയ്ത് വയ്ക്കുവാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആവശ്യ സമയത്ത് എടുത്ത് ഉപയോഗിക്കാമല്ലോ. ഞാൻ പൾപ്പൊന്നും എടുത്ത് വയ്ക്കാറില്ല, ഇതുപോലെ തന്നെ വയ്ക്കാറുള്ളൂ. വെറുതെ തന്നെ വയ്ക്കുകയുള്ളൂ. ആവശ്യത്തിനാണ് കേട്ടോ എടുത്ത് എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചയ്ക്ക് നാടൻ കിട്ടുവാണെങ്കിൽ പച്ചയ്ക്ക് അരിഞ്ഞ് ഉണക്കി പൊടിപ്പിച്ചൊക്കെ വയ്ക്കാം കേട്ടോ. പൊടിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ് കേട്ടോ. ഇത് ടിപ്സൊന്നും അല്ല കേട്ടോ. ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റും ഞാൻ ഏത്തപ്പഴവും കൂടി കഴിച്ച് നോക്കി കേട്ടോ. ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ് നല്ലതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഏത്തപ്പഴമൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണ്, അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒന്നെങ്കിൽ ബിസ്ക്കറ്റ് കുറച്ച് ഇതിനകത്ത് പൊടിച്ചെന്ന് വെച്ചാൽ ഞെരടി പൊടിച്ചതുപോലെ ഒരു ഏത്തപ്പഴം കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുവാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഞാനപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഹോർലിക്സ് കൂടി വാങ്ങിച്ചിട്ട് നിങ്ങളിത് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ടേസ്റ്റ് നമ്മൾ സാധാരണ വേറെ എന്തെങ്കിലും കഴിക്കുന്നതിനേക്കാളും കുറച്ചൊരു ടേസ്റ്റ് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ്. അവിടെ അടുത്തത് നമ്മൾ ഏത്തപ്പഴം തന്നെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു പോകാം. ഇതിനകത്ത് അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളൊരു സാധനമാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത്. അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാവണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കഴിക്കണം കേട്ടോ. പിന്നെ ചിലർക്ക് BP ഹൈ ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ BP ഹൈ ആയിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ BP ചിലപ്പോൾ മെഡിസിനിലൂടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓവർ ടെൻഷനൊക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ രാവിലെ ബ്രഷൊക്കെ ചെയ്തിട്ട് ചായ കുടിക്കുന്നതിനൊക്കെ മുന്നേ ആയിട്ട് നിങ്ങളൊരു ഏത്തപ്പഴം എടുത്ത് കഴിക്കുക. അങ്ങനെ ഒരു ഏത്തപ്പഴം കഴിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ BPയെ കുറച്ച് കാലം കഴിക്കണം കേട്ടോ. 1 മാസം 2 മാസമൊക്കെ കഴിക്കുമ്പോൾ തന്നെ കൺട്രോൾഡാവും. അപ്പോൾ BP ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ BPയൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ആദ്യം കഴിച്ച് നോക്കുക. അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അങ്ങനെ നോക്കുക. അപ്പം ഇത് കൺട്രോൾഡ് ആവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് പോവുക, കഴിക്കുക. പിന്നെ BP ഉള്ളവരുടെ കുറച്ചൊക്കെ കുറയുന്നുള്ളെങ്കിലും നമുക്ക് വേറെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ് ഏത്തപ്പഴം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഏത്തപ്പഴം രാവിലെ ഒരെണ്ണം കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അമിതമായ വിശപ്പുള്ളവരുണ്ടാവും അല്ലേ. ഈ അമിത വിശപ്പുള്ളവർക്ക് പറ്റിയൊരു സംഭവമാണ് കേട്ടോ പഴം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ഏത്തപ്പഴമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത്തപ്പഴം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴം കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഫുഡ് നമ്മൾ കഴിച്ച ഭയങ്കരമായൊരു ഫീല് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ കഴിക്കാൻ തോന്നില്ല. വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞ പോലെ തോന്നും. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ളതുകൊണ്ടാണ്, പ്രോട്ടീൻസും എല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് പിന്നെ ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ അമിതമായ വിശപ്പുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കണേ. അവർക്കൊക്കെ ഭയങ്കര ഡിപ്രഷൻ ഉള്ളവരുണ്ടാവും അല്ലേ. അങ്ങനെ ഡിപ്രഷൻ ഉള്ളവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ
ഒരു ഏത്തപ്പഴം കഴിച്ച് നോക്കുക കേട്ടോ. ഒരു പരിധി വരെ നമ്മുടെ ഡിപ്രഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, അയ്യോ എന്തെടുത്താലും ടെൻഷൻ, അങ്ങനെയൊക്കെ തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഏത്തപ്പഴം കഴിച്ച് നോക്കൂ. കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏത്തപ്പഴം ഇത് കണ്ടോ ബക്കറ്റിൽ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ കാണിച്ചതാണ്. ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ഇതുപോലത്തെ 1-2 ബക്കറ്റിലൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നല്ല രീതി വിലക്കുറവുള്ള സമയത്ത് ഞാൻ കുറച്ച് പിശിക്കുക കേട്ടോ. ഇങ്ങനെ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് ഞെട്ട് അടത്തിയിട്ടോ അങ്ങനെയാണെങ്കിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്ന സൗകര്യം പോലെ ചെയ്യുക. ഇനി വലിയ പാത്രമൊന്നുമില്ല, 2ആയിട്ട് മുറിച്ചിട്ടായാലും ഏതെങ്കിലും ഒരു പാത്രങ്ങളിലൊക്കെ വെച്ചാലും മതി കേട്ടോ. അടിപൊളി സംഭവമായിട്ടിരുന്നോളൂ, എത്ര കാലം വേണമെങ്കിലും എടുക്കുക. ഇപ്പോൾ ഞാനിത് പഴം പൊരിക്കാൻ പോവാം കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഇപ്പോൾ അകത്ത് വെച്ച് കാണിക്കാത്തത്. അപ്പോൾ ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കി കഴിക്കട്ടെ. പിന്നെ നിങ്ങൾ പഴത്തിൻ്റെ തൊലി ഒരു കാരണവശാലും കളയരുത് കേട്ടോ. നമുക്ക് ഫേസിലും അല്ല സ്കിന്നിലൊക്കെ നല്ല ഗ്ലോ കിട്ടുന്നൊരു സാധനം കൂടിയാണ് കേട്ടോ. അപ്പോൾ തൊലി കൊണ്ടൊന്ന് മസാജ് ചെയ്തൊക്കെ കൊടുത്താൽ മതി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ബെല്ലൈക്കണൊക്കെ അടിച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.